നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രജ്ഞാനന്ദയുടെ സിസ്റ്ററായ വൈശാലി വിമൻസ് കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ കളിച്ച ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് 3ാം റൗണ്ടിലാണ് ഈ ഗെയിം നടന്നിരിക്കുന്നത്. ഈ ഗെയിമിൽ വൈശാലി വൈറ്റ് സൈഡും ബൾഗേറിയൻ ഗ്രാൻഡ് മാസ്റ്റർ സൊലിവോമ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ E5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഈ ഓപ്പണിംഗ് പെട്രോ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റിന് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കാം. ആ വേരിയേഷൻ പെട്രോ ഡിഫൻസിൻ്റെ 3 നൈറ്റ്സ് ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ D3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാമെന്നാണ്. അല്ലെങ്കിൽ ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ ഗ്യാമ്പിറ്റ് ചെയ്യാം. ആ ഗ്യാമ്പിറ്റ് ഉർസോവ് ഗ്യാമ്പിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ D4 മൂവ് ചെയ്തുകൊണ്ട് സ്റ്റെയിനിസ് അറ്റാക്ക് കളിക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ വൈശാലി ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ആ പോണിൻ്റെ എടുത്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നൈറ്റ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ E4 പോണിട്ട് എടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ആദ്യം D6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് മാറ്റിയതിന് ശേഷം നൈറ്റ് ഉപയോഗിച്ച് E4 പോണ് വെട്ടിയെടുക്കുന്നു. ഇവിടെയും വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ക്വീനിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യാം. ആ വേരിയേഷൻ കോസ്യൂ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്കും അതുപോലെ ക്വീനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വേഗത്തിലൊരു ക്വീൻ എക്സ്ചേഞ്ചിന് സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ D3 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ആ വേരിയേഷൻ ഫ്രഞ്ച് അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതുമല്ലെങ്കിൽ ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മില്ലിയനം അറ്റാക്ക് ചെയ്യാം. അവിടെ മില്ലിയനം അറ്റാക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ D2 പോണിനെ മൂവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ മെയിനായിട്ടും ചെയ്യുന്നത് D4 മൂവ് ചെയ്ത ശേഷം അടുത്ത മൂവിൽ ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊണ്ടുവരുന്നതാണ്. ആ വേരിയേഷൻ ക്ലാസിക്കൽ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ വൈശാലി ഇതൊന്നും ചെയ്യുന്നില്ല. നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ വേരിയേഷൻ നിംസോവിച്ച് അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ ഉപയോഗിച്ച് തിരിച്ചൊട്ടുന്നു. ബ്ലാക്ക് ഇവിടെ വേഗത്തിൽ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ലൈറ്റ് സ്കോർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റിനും കിങ്സിലേക്ക് കാസ്റ്റിംഗിന് ശ്രമിക്കാം. എന്നാൽ വൈശാലി ഇവിടെ ക്വീൻ സെല്ലേക്കാണ് കാസ്റ്റിംഗിന് ശ്രമിക്കുന്നത്. അതിനായിട്ട് ക്വീനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ക്വീൻ സെല്ലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ വൈറ്റ് കിങ് സൈഡിലേക്കും ബ്ലാക്ക് ക്വീൻ സൈഡിലേക്കും അറ്റാക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് നൈറ്റിനെ കൂടെ കിങ്ങിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് H7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ നൈറ്റ് F6ലേക്ക് വന്നതോടെ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈശാലി ആദ്യം ആ നൈറ്റിനെ ടാർഗറ്റ് ചെയ്യാണ്. ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ കൂടെ ഡെവലപ്പ് ചെയ്ത ശേഷം ഒരു അറ്റാക്കിലേക്ക് പോയാൽ മതിയായിരുന്നു. എന്നാൽ വൈശാലി വളരെ വേഗം ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് ആദ്യം H4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിന് ഈ 2 സ്കോറിലേക്കും കൺട്രോൾ ഉള്ളത് വളരെ അപകടമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് വളരെ വേഗം ആ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈശാലി ഇവിടെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈശാലിക്ക് വേണമെങ്കിൽ ഇതേ സാക്രിഫൈസ് തന്നെ വേറൊരു രീതിയിലും ചെയ്യാമായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഇതേ സാക്രിഫൈസ് തന്നെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് പോൺ ഉപയോഗിച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതിന് വേണ്ടി
നൈറ്റിനെ E4ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവ് ഉണ്ട്. ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ ഏറ്റവും നല്ല മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റിൻ്റെ ഏറ്റവും നല്ല മൂവ് G6 ആണ്. ഈ മൂവ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്കിലാണ്. ആ ക്വീനിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് വൈറ്റ് ഇവിടെ G6 മൂവ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നൈറ്റ് വെച്ച് ക്വീൻ എടുക്കുകയാണെങ്കിൽ ആദ്യം ബിഷപ്പ് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് F8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് H8ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈശാലി ഇവിടെ ബിഷപ്പിനെ C4ലേക്കല്ല, ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് ആ പോണിൻ്റെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും വൈറ്റിന് റൂക്കിനെ H7ലേക്ക് കൊണ്ടുവരാം. ഇനി ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ റൂക്ക് വെച്ച് ആ പോണിനോട്ട് ചെക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബിഷപ്പിനെ F8ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത റൂക്കിനെ കൂടെ H7ലേക്ക് കൊണ്ടുവരാം. ഇനി ഈ ചെക്ക്മേറ്റ് തടയാൻ ബ്ലാക്കിന് അധികം ഓപ്ഷനൊന്നുമില്ല. അല്ലാതെ ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ F8ലേക്ക് കൊണ്ടുവരുന്നതിന് പകരം F6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് G6 മൂവ് ചെയ്തുകൊണ്ട് F7 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനി നേരത്തെ കണ്ട പോലെ തന്നെ അടുത്ത റൂക്ക് H1ലേക്ക് വരികയും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ G4ലേക്ക് മാറ്റിക്കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ ഒരു ഡിസ്കവർ അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം പോൺ ഉപയോഗിച്ചുള്ള അറ്റാക്കിൽ നിന്നും ബ്ലാക്കിൻ്റെ നൈറ്റിനെ ഒഴിവാക്കുന്നു. ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ വൈറ്റ് പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടാലും പ്രശ്നമില്ല. കാരണം ഇവിടെ വൈറ്റിൻ്റെ ക്വീനും കിങ്ങും ഒരേ ഡയഗണലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് ആ പോണെ തിരിച്ചുവിട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്കിലുള്ള നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് ഒരു ഡിഫൻസിലേക്ക് പോകുമെന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വൈശാലി ഇവിടെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പിനെ H7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഇങ്ങനെ H8ലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ ആ ചെക്ക് കൊണ്ട് ഉപയോഗമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റിനെ ക്വീനിനെ നേടിയെടുക്കാം. എന്നാൽ ഇവിടെ ഒരു ചെക്ക് വരുമ്പോൾ ബ്ലാക്ക് ഇങ്ങനെ F8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ഫോർക്കും ചെക്കിനുള്ള അവസരമില്ല. ഇപ്പോഴും വൈറ്റിൻ്റെ നൈറ്റ് അറ്റാക്കിലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ആ നൈറ്റിനെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് വൈശാലി ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റ് വെച്ച് F7 പോണിനെ എടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അത് വളരെ മികച്ചൊരു മൂവാണ്. കാരണം ഇതിപ്പോൾ ഒരു നൈറ്റ് സാക്രിഫൈസും ആണ്, അതുപോലെ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കും ആണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ ക്വീനിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു പിൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനും അതിനുശേഷം ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാനും അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് കിങ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ എല്ലാ പീസുകളും അറ്റാക്കിന് റെഡിയായി നിൽക്കുകയാണ്. വൈശാലി ഓരോ പീസുകളായിട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ പ്രധാനമായും 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അതുമല്ലെങ്കിൽ കിങ്ങിനെ ഈ 2 സ്ക്വയറുകളിൽ എങ്ങോട്ടെങ്കിലും മാറ്റാം. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോണിനോട്ട് വീണ്ടും അതേ ചെക്ക് തന്നെ വരും. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. ഇവിടെ ബിഷപ്പ് വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ കിങ് വെച്ച് തിരിച്ചു വിട്ടുകയാണെങ്കിൽ ക്വീൻ E2ലേക്ക് വന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ഈ നൈറ്റ് കൂടെ നഷ്ടപ്പെടും. ഇപ്പോൾ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നൈറ്റ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ഇപ്പോൾ ഈ പോൺ റൂക്കിൻ്റെ പിന്നിങ്ങിലായത് കാരണം പോൺ വെച്ച് തിരിച്ചു വിട്ടാൻ പറ്റില്ല. അല്ലാതെ ഇങ്ങനെ ചെക്ക് വരുമ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് കിങ്ങിനെ F5ലേക്ക് മൂവ് ചെയ്താലും ക്വീൻ F3ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരുമ്പോൾ കിങ്ങിന് ഈ നൈറ്റിനുള്ള സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട്
ഈ 2 സ്ക്വയറിലേക്ക് എവിടെയെങ്കിലും പോകേണ്ടി വരും. എങ്ങോട്ട് തന്നെ മാറിയാലും ഒരു ചെക്കോടുകൂടി ആ നൈറ്റിനെ വിട്ടെടുക്കാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതും നല്ല മൂവല്ല. ഇനിയുള്ള ഓപ്ഷൻ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണ്. ഒന്നുകിൽ F8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G6ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ G6ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ D3ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിന് H5ലേക്ക് മൂവ് ചെയ്യണം. കിങ് H5ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ബിഷപ്പ് F7ലേക്കൊന്ന് ഒരു ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് ആ പോണോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം H5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിന് H7ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G5ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ G5ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ D2ലേക്കൊന്ന് ചെക്ക് വരും. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല, ഈ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ഈ ബിഷപ്പ് വെച്ചോ ക്വീന് വെച്ചോ നൈറ്റിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. കിങ്ങിന് G4ലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ പൊസിഷനിൽ പോൺ വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്താലും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ്. ആദ്യം ക്വീന് വെച്ച് ബിഷപ്പിനെ വെട്ടി ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ പോൺ വെട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഈ ഡയഗണിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറേ ഉള്ളൂ, H8ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ മൂവ് ചെയ്താലും ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരുന്നതോടെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തൊക്കെയാണ്. ബ്ലാക്ക് ഇവിടെ നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈശാലി ഇവിടെ വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ക്വീനിനെ D3ലേക്ക് കൊണ്ടുവരുന്നു. ഈ മൂവിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഇനി അടുത്ത മൂവിൽ ക്വീനിനെ H7ലേക്ക് കൊണ്ടുവരികയും ഇവിടെ ഒരു ചെക്ക്മേറ്റ് കൊടുക്കുകയാണ് ലക്ഷ്യം. അപകടമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ വിടുകയാണെങ്കിൽ ക്വീന് വെച്ച് തിരിച്ചു വെട്ടിക്കൊണ്ട് ഒരു ചെക്കോടുകൂടി ക്വീനെ ഗെയിമിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശരിക്കും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും വൈറ്റിന് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ക്വീന് വെച്ച് ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്താൽ മതി. എന്തായാലും വൈശാലി ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇവിടെ കിങ്ങിന് മൂവ് ചെയ്യാൻ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ അറ്റാക്കിലുള്ള ബിഷപ്പിനെ F6ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം ഈ അപകടകാരിയായിട്ടുള്ള ബിഷപ്പും നൈറ്റുമായിട്ട് ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ശരിക്കും ഇത് ഒരു മോശം തീരുമാനമായിരുന്നു. കാരണം ഇപ്പോഴും ബ്ലാക്കിൻ്റെ ഒരു പീസ് അറ്റാക്കിലാണ്. എന്തായാലും വൈശാലി ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്കിനിവിടെ പോൺ വെച്ചോ റൂക്ക് വെച്ചോ ആ ബിഷപ്പിനെ എടുക്കാം. എങ്ങനെ തന്നെ എടുത്താലും വൈറ്റിന് പോൺ വെച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ എടുത്തുകൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ പകുതി ഓപ്പൺ ആക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാവാം ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ചോ പോൺ വെച്ചോ വൈറ്റിൻ്റെ ബിഷപ്പിനെ എടുക്കുന്നില്ല. പകരം ഈ അറ്റാക്കിലുള്ള ബിഷപ്പിനെ F6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ ബ്ലാക്കിന് ക്വീൻ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ആ ക്വീനിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ക്വീനിനെ H7ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കാം. എന്നാൽ വൈശാലി ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. പകരം വീണ്ടും ഒരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇവിടെ വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റിനിവിടെ സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നിട്ടും വൈശാലി അതൊന്നും ചെയ്യുന്നില്ല. പകരം ഇവിടെ ഒരു സാക്രിഫൈസാണ് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് D6ലെ പോണിനെ വെട്ടി ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം
ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്കിന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു ഓപ്ഷൻസ് വേഗത്തിലൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ചെക്കാണ്. കിങ്ങിന് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. ഈ ബിഷപ്പ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീൻ F3 ഒന്ന് ചെക്ക് വരും. ഇവിടെയും വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീന് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. രണ്ടാമത്തെ ഓപ്ഷൻ ഈ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടേണ്ട ആവശ്യമില്ല. ആദ്യം ക്വീനെ H7 കൊണ്ടുവരാം. ഇനി ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ അടുത്ത 1 മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ആ ചെക്ക്മേറ്റ് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ അധികം ഓപ്ഷനൊന്നുമില്ല. കിങ്ങിനെ ഇവിടെ നിന്ന് മാറ്റിയാലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. വേണമെങ്കിൽ ചെക്ക്മേറ്റ് വൈകിക്കാമെന്നേ ഉള്ളൂ. ബിഷപ്പിനെ E6 കൊണ്ടുവന്ന് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. എന്നാലും വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ ബിഷപ്പിനെ വെട്ടിമാറ്റാം. ഈ റൂക്ക് ഇപ്പോഴും ബിഷപ്പിൻ്റെ പിന്നിങ്ങിലായത് കാരണം റൂക്ക് വെച്ച് ബിഷപ്പിന് ഇടാൻ പറ്റില്ല. ഇനി ബ്ലാക്ക് എന്തെന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. ഇനിയുള്ളൊരു ഓപ്ഷൻ ഈ ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്താലും വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പോഴും 3 മൂവിൽ ചെക്ക്മേറ്റ് തന്നെയാണ്. അതും കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ക്വീനെ കിട്ടിയെന്ന് കരുതി ബിഷപ്പ് വെച്ച് വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ആ ക്വീനിൻ്റെ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ വൈറ്റിന് വിജയിക്കാൻ കഴിയും. ആദ്യം ക്വീനെ D5 കൊണ്ടുവരാം. ഇനി അടുത്ത മൂവിൽ ക്വീനെ F7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നതോടെ ചെക്ക്മേറ്റ് ആണ്. ഈ ക്വീൻ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലായത് കാരണം ക്വീനെ വെച്ച് ക്വീനെ വെട്ടാൻ പറ്റില്ല. ഇവിടെയും ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ ബ്ലാക്കിന് അധികം ഓപ്ഷനൊന്നുമില്ല. വേണമെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ഒന്ന് ബ്ലോക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും വൈറ്റിനെ ക്വീന് വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. ഇനി ബ്ലാക്ക് എന്തിനെ മൂവ് ചെയ്താലും അടുത്ത 1 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ വളരെ വേഗം ചെക്ക്മേറ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തത്. ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈശാലി അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ക്വീന് വെച്ച് D6 പോയിന്റ് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും ബ്ലാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ചെക്ക് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട അതേ ചെക്ക്മേറ്റ് തന്നെ സംഭവിക്കും. അതായത് ആദ്യം ക്വീൻ G6 വന്ന് F7 ഒരു കൺട്രോൾ കൊണ്ടുവരും. ഈ ഡയഗണൽ ഇപ്പോഴും ബിഷപ്പിൻ്റെ കൺട്രോളിലായത് കാരണം കിങ്ങിന് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇപ്പോഴും ബിഷപ്പ് വെച്ച് ഒന്ന് ബ്ലോക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനെ ഒട്ടേണ്ട ആവശ്യമില്ല. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഒട്ടിയാൽ മതി. ഇനി അടുത്ത 1 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ബ്ലാക്ക് ഇവിടെ ക്വീൻ വെച്ച് റൂക്കിനെ ഒട്ടിയാലും റൂക്ക് വെച്ച് തിരിച്ചു വെട്ടാം. ഇനി ബ്ലാക്ക് എന്തിനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ അങ്ങനെയും ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം ക്വീന് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്വീനെ മാറ്റിക്കൊണ്ട് ഒരു ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. കാരണം ബ്ലാക്കിനിവിടെ ഒരു എക്സ്ട്രാ പീസ് ഉണ്ട്. അതുകൊണ്ട് വൈശാലി ഇവിടെ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കുകയാണ്. ക്വീന് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ എന്തായാലും ഒരു ക്വീൻ എക്സ്ചേഞ്ച് ബ്ലാക്കിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ ബ്ലാക്ക് ക്വീനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ക്വീൻ വെച്ച് ക്വീനോട്ടൊന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇതോടെ ബ്ലാക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം റൂക്കിനെ E4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈശാലിയും ഇവിടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ D5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ B7 പോണെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ E2 കൊണ്ടുവന്ന് F2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനെപ്പോൾ വേണമെങ്കിൽ ഒരു പോണിനെ കൂടെ നേടിയെടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് പോണിനെ കിട്ടുന്നില്ല. ആദ്യം റൂക്കിനെ F7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ E8 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G8 മൂവ് ചെയ്യാം. ഇപ്പോൾ G8 മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോടുകൂടി ഈ ബിഷപ്പിനെ ഇട്ടെടുക്കാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നില്ല. പകരം E8 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് റൂക്ക് ഉപയോഗിച്ച്
B7 പോണ് ഇവിടെ എടുക്കുന്നു. ഇവിടെയും നേരത്തെ കണ്ട പോലെ ഈ റൂക്കിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം തന്നെ റൂക്കിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. റൂക്കിനെ D8 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ വേണമെങ്കിൽ പോൺ വെച്ച് ആ ബിഷപ്പിന് സപ്പോർട്ട് കൊടുക്കാം. വൈശാലി ഇവിടെയും ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ C4 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും ഏകദേശം 5 മിനിറ്റിൽ താഴെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഈ അറ്റാക്കുള്ള റൂക്കിനെ വേറെ എങ്ങോട്ടേക്കും കൊണ്ടുപോകുന്നില്ല. പകരം D2 കൊണ്ടുവരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. ഇപ്പോൾ വൈറ്റിന് ഇവിടെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട്. പോരാത്തതിന് ടൈം പ്രഷറിലാണ് കളിക്കുന്നത്. ശ്രദ്ധിക്കാതെ ഇവിടെ ഇപ്പോൾ ഒരു പോണിനെ ലാഭം നേടിയെടുക്കുന്നതിനായിട്ട് റൂക്ക് വെച്ച് A7 പോൺ എടുക്കുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ബ്ലാക്കിന് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ആദ്യം റൂക്കിനെ D1 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, റൂക്ക് വെച്ചിനെ വെട്ടേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി ആവും ബ്ലാക്ക് ഇവിടെ 2 റൂക്കുകളെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ വൈശാലി ഇവിടെ മിസ്റ്റേക്കുകളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഡിഫൻസിലേക്ക് പോകുന്നുമില്ല, വീണ്ടും അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കുകയാണ്. ആദ്യം റൂക്കിനെ E1 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ അധികം ഓപ്ഷനൊന്നുമില്ല, കിങ്ങിന് F8 മൂവ് ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം വൈശാലി കിങ്ങിനെ C1 കൊണ്ടുവന്ന് D1 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ H1 ഉണ്ടായിരുന്ന റൂക്ക് E1 വന്നതോടെ H4 പോണിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്കിനിപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ബിഷപ്പ് വെച്ച് പോണിനെ എടുക്കുകയാണെങ്കിൽ റൂക്ക് F7 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, കിങ്ങിന് G8 മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് F4 ഒന്ന് ഡിസ്കവേർഡ് ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ഈ ബിഷപ്പ് കൂടെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ A7 പോണ് അറ്റാക്കിലുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. റൂക്കിനെ D7 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനിവിടെ എന്തായാലും 4 പോണുകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോഴും വൈറ്റിൻ്റെ H4 പോൺ അറ്റാക്കിലാണ്. വൈറ്റ് G3 മൂവ് കൊണ്ട് ആ പോണിന് സപ്പോർട്ട് എടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7 മൂവ് ചെയ്യുന്നു. വൈറ്റ് H പോണിനെ മുന്നോട്ട് കൊണ്ടുപോയാണ് H5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ F2 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ബ്ലാക്ക് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ C5 കൊണ്ടുവന്ന് F2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈശാലി ഇവിടെ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. പകരം റൂക്കിനെ E5 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് F2 പോൺ എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് ഒരു ഫോർക്ക് ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ആ ബിഷപ്പ് നഷ്ടപ്പെടും. അല്ലാതെ നേരത്തെ തന്നെ F2 പോൺ എടുത്താലും റൂക്ക് F1 ഒന്ന് ഒരു പിൻ വരുന്നതോടെ ബ്ലാക്കിന് ആ ബിഷപ്പ് നഷ്ടപ്പെടുമായിരുന്നു. എന്തായാലും ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് വെച്ച് പോൺ കിട്ടുന്നില്ല, പകരം ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണ്. ബിഷപ്പിനെ B6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈശാലി A4 മൂവ് ചെയ്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ബ്ലാക്കിന് ഇനി വിജയിക്കാനോ അല്ലെങ്കിൽ സമനിലയ്ക്കോ യാതൊരു സാധ്യതയില്ല. വൈറ്റിന് ഇപ്പോൾ തന്നെ 4 എക്സ്ട്രാ പോണുകളുണ്ട്. ഉള്ള പോണുകളെല്ലാം വളരെ സ്ട്രോങ്ങുമാണ്. ഇനി കളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായിക്കൊണ്ടാവും ബ്ലാക്ക് ഈ പൊസിഷനിൽ തോൽവി സമ്മതിച്ചത്. എന്തായാലും വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലെ ഗെയിമുകൾ വളരെ വേഗത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ 2 ഗെയിം വെച്ച് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചതാണ്. അപ്പോഴാണ് ഓരോ വീഡിയോയിൽ ഓരോ ഗെയിം മതി എന്നുള്ള കമൻറ്റുകൾ കണ്ടത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. ഒരു ഗെയിം വെച്ച് ചെയ്യണോ 2 ഗെയിം വെച്ച് ചെയ്യണോ എന്നുള്ളത് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. എങ്ങനെ ചെയ്യണമെന്ന് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.